ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡോണറ്റ്സ് ആണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഗ്ലാസ് അളവിൻ്റെ 1.5 ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് 2 കപ്പാണ്. അപ്പോൾ 1.5 ഗ്ലാസ് ഞാനിത് എടുക്കുമ്പോൾ 3 കപ്പ് മൈദ. അപ്പോൾ അതിനാവശ്യമായത് 2 മുട്ട, 1 കപ്പ് പാല്, മെൽറ്റ് ചെയ്ത ബട്ടർ. ഈ ബട്ടർ ഞാൻ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഈസ്റ്റ്, വാനില എസൻസ്, 2 പിഞ്ച് ഉപ്പ്, ഷുഗർ, ഈ പഞ്ചസാര ഞാൻ എടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ. ഈ അളവ് ടേബിൾ സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പോൾ ഡോണറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ദോഹ ഉണ്ടാക്കാൻ ഇതുപോലെയുള്ളൊരു ലാർജ് ബൗൾ എടുക്കണം. കാരണം നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് അത് പൊങ്ങും. ആ പൊങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും കൂടി അതിന് വേണം. അതിനാണ് ഇതുപോലെയുള്ളത് വലുതെടുക്കാൻ പറയുന്നത്. ഇതാ നമുക്ക് 1.5 കപ്പ് മൈദ ഇടാം. 1.5 കപ്പ് മൈദ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 2 പിഞ്ച് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും നമ്മൾ ഈസ്റ്റും ചേർത്തേണ്ടത് രണ്ടും 2 സൈഡിലായിട്ട് ചേർക്കണം. എങ്കിലാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് റെഡി ആകത്തുള്ളൂ. ഞാനിതാ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഈ 1/2 കപ്പ് പാലും അതിലോട്ട് ഈ മെൽറ്റ് ചെയ്ത് ചേർത്ത നെയ്യും കുറച്ച് വാനില എസൻസും മുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കും. പഞ്ചസാരയും മുട്ടയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര, മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലോട്ടേക്ക് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം. ഇനി ഇതിലോട്ടേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മോളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മുട്ടയും പഞ്ചസാരയും ബട്ടറും പാലും 4 നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദയും ഈസ്റ്റും ഉപ്പും ഇട്ട് വെച്ച് അതിലോട്ടേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് വെച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ആ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2-3 മണിക്കൂർ 3 to 6 hours വരെയെങ്കിലും നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനായിട്ട് ക്ലിങ് കൊണ്ടോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ടോ ഇത് കവർ ചെയ്ത് വെക്കാം. ഞാനിതുപോലെ ക്ലിങ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 to 6 hours വരെ ഞാൻ പുറത്തും അതിനുശേഷം ഒരു ഫുൾ നൈറ്റ് ഫ്രിഡ്ജിലും ഞാൻ വെക്കും. അതിനുശേഷം അങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മളെ ഡോണറ്റ്സ്. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മളെ ഡോണറ്റ്സ് ഞാനിത് 6 മണിക്കൂർ വരെ പുറത്ത് വെച്ച് പൊങ്ങിയതിന് ശേഷം ഒരു ഫുൾ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുകയാണിത്. ഇതുപോലെ നന്നായിട്ട് ഉള്ളൊക്കെ നമുക്ക് കാണാം. നല്ല അരിപ്പ് പോലെ നല്ല ഹോൾസ് എല്ലാം വരുന്നുണ്ട്.
ഇത് നല്ല പാകമാണ്. ഇതിനെ പറ്റിയ ഡോണറ്റ്സിനെ പറ്റിയ നല്ലതാണ്. ഇത് നല്ല സ്പഞ്ചി ആയിട്ടുണ്ട് ഉള്ളിൽ. നമുക്കിത് നന്നായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 ബോളാക്കി മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഡോണറ്റ്സിൻ്റെ മാവിനെ. ഇനി ഇത് ഓരോന്നായിട്ട് പരത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഡോണറ്റ്സിൻ്റെ മാവ് ഞാൻ മൈദപ്പൊടി ചേർത്ത് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം, എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ വേണം. ഡോണറ്റ്സ് കട്ടർ കൊണ്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഒരു വലിയ അടപ്പും ചെറിയൊരു അടപ്പും കൊണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അധികം വലുതല്ല, ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് ചെറുതും വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഒരു പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഇട്ടതിന് ശേഷം അത് വെക്കാം. ഇതുപോലെ മൊത്തം ഡോണറ്റ്സ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഇത്രയും ഡോണറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റ്സ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കടായി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ടേക്ക് കടായിലോട്ടേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായാൽ നമുക്ക് ഇതിലോട്ടേക്ക് ഡോണറ്റ്സ് ഇട്ടിട്ട് പൊരിച്ചെടുക്കും. നമ്മുടെ എണ്ണ ഇത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടേക്ക് ഓരോ ഡോണറ്റ്സ് ആയിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് ഇതാ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഇതുപോലെ മറ്റ് ഡോണറ്റ്സുകൾ നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് മൊത്തമായിട്ട് ഞാൻ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഇതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. 3 ടൈപ്പ് സോസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഒന്ന് സ്ട്രോബെറി പിങ്ക് കളറിൽ, പിന്നെ ഒന്ന് ചോക്ലേറ്റ് കളറിൽ, പിന്നെ ഒന്ന് വൈറ്റ് കളറിൽ. ആ 3 സോസും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നീട് അത് നമുക്ക് ഈ ഡോണറ്റ്സ് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഡെക്കറേറ്റ് ഉണ്ടാക്കാം. ചോക്ലേറ്റ് ക്രീമിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ഇതെടുത്തത്. അതിലോട്ടേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ വാനില എസൻസ്, കുറച്ച് പാലും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് സ്ട്രോബെറിൻ്റെത് ഉണ്ടാക്കാം. അതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഞാനിവിടെ സ്ട്രോബെറി കളറിന് വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് റെഡ് ഫുഡ് കളറ് ചേർക്കാം. പാല്, നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മൂന്ന് കളറിലുള്ള ക്രീമുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ്, വാനില, സ്ട്രോബെറി. ഇത്
ഇതുപോലെ ഡോണറ്റ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഹാഫ് പോർഷൻ മാത്രമാണ് ഡിപ്പ് ചെയ്യേണ്ടത്, മുഴുവനായിട്ട് നമ്മളത് ഡിപ്പ് ചെയ്യേണ്ട. ഇങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ മൊത്തം ഡോണറ്റ്സ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഡോണറ്റ്സ് എല്ലാം ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി, ചോക്ലേറ്റ്, വാനില കളറിൻ്റെത് ഇതുപോലെയാണ് വരിക. പക്ഷെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, നിങ്ങളെ കമൻസ് തരാം. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങളെ കമൻസ് തരാം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം.